മുംബൈയിലേക്ക് പോയി ഒരു പെണ്ണായി മാറാനുള്ള ഓപ്പറേഷൻ ചെയ്യാനായി നിൽക്കുന്ന ട്രാൻസ്ജെൻഡറായ സത്താറിന് ഗ്രാമത്തിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ശരവണ്ണനോട് പ്രണയമായിരുന്നു. സത്താർ ശരവണ്ണും കുട്ടിക്കാലത്തെ ഉള്ള കൂട്ടുകാരാണ്. തങ്ക എന്നാണ് സത്താർ അവനെ വിളിക്കാറ്. നാട്ടിൽ തങ്കം മാത്രമേ സത്താറിനോട് നല്ല രീതിയിൽ പെരുമാറാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവരെപ്പോഴും മീറ്റ് ചെയ്യാറുള്ള സ്ഥലത്ത് വെച്ച് സത്താർ തന്റെ ഇഷ്ടം തങ്കത്തിനോട് തുറന്നു പറയുകയാണ്. എന്നാൽ തങ്കം അതൊരു തമാശയായി എടുക്കുകയും കൂടാതെ സത്താറിന്റെ അനിയത്തിയായുള്ള സാഹിറയോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറയുകയും അവൾക്ക് കൊടുക്കാനായി ഒരു കത്ത് ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ വളരെ വിഷമത്തിലായ സത്താർ ആ കത്ത് അവളിൽ നിന്നും മറച്ചു വെച്ചു. കൂടാതെ തങ്കത്തിനെ പറ്റി നിനക്കെന്താണ് അഭിപ്രായമെന്ന് അവളോട് അന്വേഷിച്ചപ്പോൾ അവളുടെ സംസാരത്തിൽ നിന്നും അവൾക്കും തങ്കത്തിന് ഇഷ്ടമാണെന്നുള്ള കാര്യം അവന് മനസ്സിലായി. പിറ്റേ ദിവസം സാഹിർ എന്തു പറഞ്ഞു എന്ന് അറിയാനായി തങ്കം സത്താറിനെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും സത്താർ തങ്കത്തിനെ കാണാതെ ഒളിഞ്ഞിരുന്നു. എന്നാൽ തങ്കം സത്താറിനെ കൈയോടെ പിടിക്കുകയും സാഹിർ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അവൾക്ക് നിന്നോട് അങ്ങനെയുള്ള ഇഷ്ടമൊന്നും ഇല്ലെന്ന് പറഞ്ഞതും തങ്കത്തിനെ അത് ഒരുപാട് വിഷമത്തിലാക്കി. അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നാണ് ഞാൻ കരുതിയത്, അതുകൊണ്ടാണ് ഞാൻ ടൗണിൽ പോയി പഠിച്ച് ജോലിയൊക്കെ വാങ്ങി നാട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തങ്കം അവിടെ നിന്ന് പോയി. എന്നാൽ തങ്കത്തിനോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്ന സത്താറിന് താൻ അവനോട് കളവ് പറഞ്ഞതിലും കൂടാതെ അവനെ കരയിച്ചതിലും സങ്കടവും കുറ്റബോധവും തോന്നുകയും സാഹിറയുടെ ഇഷ്ടം അവനോട് തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ ഇരു മതത്തിലുള്ള അവർ രഹസ്യമായി പ്രണയിക്കുകയും സത്താർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനായി തുടങ്ങി. എന്നാൽ ഒരു ദിവസം അവരുടെ പ്രണയം വീട്ടിൽ പിടിക്കുകയും സത്താറിന്റെ സഹായത്തോടു കൂടി അവർ രണ്ടുപേരും ഒളിച്ചോടി പോവുകയും ചെയ്തു. എന്നാൽ പോകുന്നതിന് മുന്നേ ഇവരെ സഹായിച്ച കാര്യം സത്താറിന്റെ വീട്ടിലറിഞ്ഞ വലിയ പ്രശ്നമാവെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ സത്താറിനെ കൂടെ വരാനായി തങ്കം ഒരുപാട് നിർബന്ധിച്ചു. എന്നാൽ അവർക്കൊരു ശല്യമാവേണ്ടെന്ന് കരുതി സത്താർ അവരുടെ കൂടെ പോകാൻ തയ്യാറായില്ല. എന്നാൽ കുറെ വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞു ജനിക്കുകയും ആ വിവരം അറിഞ്ഞ ഇരു വീട്ടുകാരും അവരോട് ദേഷ്യമൊക്കെ മറന്ന് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വരുന്ന വഴിയിൽ സത്താറിനെ പറ്റി തങ്ക അവന്റെ അമ്മാവനോട് അന്വേഷിച്ചു. ഞങ്ങൾ നാടുവിട്ട സമയത്ത് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവനൊരു കത്ത് എഴുതുക. പിന്നീട് അവന്റെ വിവരമൊന്നും ഉണ്ടായിട്ടില്ല. സത്താർ എവിടെയാണെന്ന് ചോദിച്ചു. എന്നാൽ ഇവരെ ഒളിച്ചോടാൻ സഹായിച്ച വിവരം അറിഞ്ഞ സത്താറിന്റെ ഉപ്പ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു. ശരവണ്ണന്റെ അച്ഛനാണെങ്കിൽ അവന്റെ ജോലിയും നശിപ്പിച്ചിരുന്നു. കിടക്കാൻ സ്ഥലമോ ജോലിയോ ഇല്ലാതായ സത്താർ പാലത്തിനടുത്തുള്ള കല്ലിലാണ് കിടന്നുറങ്ങിയിരുന്നത്. എന്നാൽ അവിടെ വെച്ച് കുറെ കള്ളുകൂടിയന്മാർ അവനെ വളരെ മോശമായ രീതിയിൽ കാണുകയും ശല്യം ചെയ്യാനായി തുടങ്ങി. പേടിച്ചുപോയ സത്താർ ഓടിപ്പോയി ഗ്രാമത്തിലെ പല വീടുകളിലെയും ഡോറ് മുട്ടി സഹായം ചോദിച്ചെങ്കിലും ആരും സഹായിക്കാൻ തയ്യാറായില്ല. അവസാനം വേറെ വഴിയില്ലാതെ സത്താർ സ്വന്തം വീടിന്റെ വാതിലിൽ മുട്ടിയെങ്കിലും അവനോട് ഇറങ്ങി പോകാനായി ഉമ്മ ആവശ്യപ്പെട്ടു. ഉമ്മ വാതിൽ തുറന്നില്ലെങ്കിൽ ആ കള്ളുകൂടിയന്മാർ എന്നെ പീഡിപ്പിച്ചു കൊല്ലുമെന്ന് അവൻ വളരെ വേദനയോടെ പറഞ്ഞെങ്കിലും നീയൊക്കെ ചാവുന്നതാ നല്ലത്, നിന്നെ കൊണ്ട് നിന്റെ പെങ്ങന്മാരോട് പോലും ആണാണോ പെണ്ണാണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. നീ കാരണം അവരുടെ ജീവിതം കൂടി നശിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ ഉമ്മ കഥ കടിച്ചു. ഇതെല്ലാം കേട്ട് മാനസികമായി ആകെ തളർന്നുപോയ സത്താർ കരഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുകയും ആ കള്ളുകൂടിയന്മാർ അവനെ പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞ തങ്കവും സാഹിറയും ഒരുപാട് വിഷമത്തിലായി. വീട്ടിലെത്തിയ ഉടനെ തന്റെ അച്ഛനോട് താൻ എന്തിനാണ് സത്താറിനെ കൊന്നിട്ട് ഞങ്ങളെ ബിരിയാണി വെച്ച് ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാനായി ഒരുങ്ങി. എന്നാൽ സാഹിറയുടെ ഉമ്മയാണെങ്കിൽ അവളുടെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ഇവനും എന്നെ സത്താറിനെ പോലെയാണെങ്കിൽ നിങ്ങൾ ഇവനെയും കൊന്നു കളഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവർ കാറെടുത്ത് അവിടെ നിന്ന് പോയി. തങ്കവും സത്താറും എപ്പോഴും മീറ്റ് ചെയ്യാറുള്ള പാറയുടെ അടുത്തേക്ക് തങ്കം പോയപ്പോഴാണ് അവിടെ പാറ നിറയെ തങ്കം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് തങ്കം കാണുന്നത്.